എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പാസ്ത അല്ലെങ്കിൽ മാക്രോണി വെച്ചിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാസ്ത അല്ലെങ്കിൽ മാക്രോണി ഞാനിവിടെ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുത്തിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കിംഗ് ടൈം എത്രയാണെന്നുള്ളത് നമ്മൾ ഈ പാസ്ത വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കവറിൽ എഴുതിയിട്ടുണ്ടാകും. ആ ഒരു സമയം നോക്കി നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കിതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പാസ്ത വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മൈദയോ കോൺഫ്ലോറോ ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 3 ടേബിൾ സ്പൂൺ എന്നുള്ളത് നിങ്ങളുടെ പാസ്തയുടെ അളവനുസരിച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇത് നന്നായിട്ട് കോട്ടാകുന്ന വരെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് പാത്രം ഒന്ന് അനക്കി കൊടുക്കുക. വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊടിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് എണ്ണ ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് നമ്മളിതിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാസ്ത നമ്മൾ ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലൈറ്റ് ബ്രൗൺ നിറമാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിന് മുമ്പ് നമ്മളിത് എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിത് വറുത്ത് കോരണം. അപ്പം നമ്മൾ ഇത് വറുത്ത് വരാറാകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് എണ്ണ ഇങ്ങനെ പുറത്തേക്ക് തെറിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നിങ്ങളൊരു പാത്രം വെച്ചിട്ട് ഇത് അടച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു അടിപൊളി മസാല തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ ലേസിൻ്റെ ഒക്കെ ടേസ്റ്റിൽ വരുന്ന ഒരു മസാലയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ പൊടി, കുറച്ച് ഉള്ളിയുടെ പൊടി, ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൊടികളും എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് പാപ്രിക്ക, അതായത് സ്മോക്ക്ഡ് പാപ്രിക്കയാണ്. ക്യാപ്സിക്കം ഉണക്കിയതിൻ്റെ പൊടിയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒറിഗാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെർബ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയില ഉണങ്ങിയത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മസാല, മുളക് പൊടി, ഗരം മസാല അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു മസാല ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു മസാലക്കൂട്ട്. അപ്പോൾ ഈ ഒരു മസാല എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ലേസൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ഒരു അടിപൊളി മസാലയാണ്. ഇനി ഇത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്തയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാസ്ത ഇപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ടാണുള്ളത്. ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് പൊടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ ഞാനിതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റിലിട്ടിട്ട് മിക്സ് ചെയ്താലും മതിയാകും. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ടിട്ട് ഈ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് നമുക്കൊന്നിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു സ്പൈസി മസാലയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇത് മധുരത്തിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ രീതിയിലും ഇവിടെ കാണിക്കുന്നുണ്ട്. മധുരത്തിൽ ചെയ്തെടുക്കുമ്പോൾ പഞ്ചസാര ഒരു നൂൽ പരുവാകുന്ന വരെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഒരുപാട് ബ്രൗൺ നിറമാക്കിയിട്ടില്ല, ഞാൻ കുറച്ച് ബ്രൗൺ നിറം ആക്കിയിട്ടുള്ളൂ. പക്ഷേ ഇത് കുറച്ച് ഹാർഡാണ്. അപ്പോൾ നിങ്ങൾ വറക്കുമ്പോൾ നല്ല ബ്രൗൺ നിറം ആക്കിയിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഒന്ന് പാനിയാക്കിയിട്ട് ഒരു നൂൽ പരുവത്തിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇതൊന്ന് നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് പഞ്ചസാര ഒന്ന് പാനിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല നമ്മുടെ മധുരസേവയൊക്കെ പോലെ ഇരിക്കും. അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ളത് ശരിക്കും ഒരു മുറുക്ക് ആ ഒരു ടേസ്റ്റിലും ഇരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്.
എന്തായാലും നിങ്ങൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു സ്നാക്ക് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ അടച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്